സൂറത്തുൻ നജ്ം 53-ാമത്തെ സൂറത്താണ്. വന്നജ്മി ഇദാ ഹവ, അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹല്ലൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. സൂറത്തുൻ നജ്ം മക്കിയായ സൂറത്താണ്. പറഞ്ഞാൽ മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ചതാണ് എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനത്തിന്റെ ആ തുടക്കഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി പറയുകയാണെങ്കിൽ ഹിജറ 5-ാം വർഷത്തിൽ ആദ്യത്തെ അബസീനിയയിലേക്കുള്ള ഹിജറ നടന്നിരിക്കുന്നു. ഉപദ്രവങ്ങൾ സഹിക്കാൻ വയ്യാതെ സഹാബികളൊക്കെ, ദുർബലരായ സഹാബികളൊക്കെ അബിസീനിയയിലേക്ക് ഹിജറ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്യോപ്യയിലേക്ക് ഹിജറ പോയിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായി പാരായണം ചെയ്ത സൂറത്ത് ഇതാണ്. ആദ്യമായി പരസ്യമായി പാരായണം ചെയ്ത സൂറത്താണ് സൂറത്തുൻ നജ്ം. അങ്ങനെയുള്ള പ്രത്യേകതകൾ ഈ സൂറത്തിനുണ്ട്. മക്ക കാലഘട്ടത്തിൽ അവതരിച്ചതാണ്. ആദ്യമായി പരസ്യമായി ഖുറൈശികളുടെയും മുസ്ലിങ്ങളല്ലാത്തവരുമായ ആളുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് ഓതിയതാണ്. അവതരണക്രമം പറയുകയാണെന്നുണ്ടെങ്കിൽ 23-ാമത് അവതരിച്ച സൂറത്താണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഖ്റ ബിസ്മി മുതൽ തുടങ്ങിയിട്ട് നോക്കുകയാണെങ്കിൽ 23-ാമത്താണ് അവതരണക്രമം. പ്രഗത്ഭ പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ചിട്ട് അങ്ങനെയാണ്. 62 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. വളരെ ചെറിയ ആയത്തുകളാണ്. 62 ആയത്തുകൾ ഉണ്ടെങ്കിലും വളരെ ചെറിയ ആയത്തുകളാണ്. ഓർത്തു വെക്കാൻ വളരെ സുഖമുള്ള, പ്രത്യേകിച്ചും മക്ക കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാകുന്ന രൂപത്തിൽ ചെറിയ ചെറിയ ആയത്തുകളാണ് മക്ക കാലഘട്ടത്തിലൊക്കെ അവതരിച്ച സൂറത്തുകളുള്ളത്. മക്ക കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകൾക്കും മദനി കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകൾക്കും തമ്മിൽ പൊതുവായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിൽ മക്ക കാലഘട്ടത്തിലെ സൂറത്തുകളുടെ പ്രത്യേകതകളെല്ലാം ഉള്ള, മക്കി സൂറത്തുകളുടെ എല്ലാ പ്രത്യേകതകളും ഉള്ള ഒരു സൂറത്താണിത്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഈ വിഷയങ്ങളിലായിരിക്കും ഊന്നല്. മക്ക കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ്. തൗഹീദിലായിരിക്കും ഊന്നല്. തൗഹീദ്, അതുപോലെ പ്രവാചകത്വ, നുബുവത്ത്, റിസാലത്ത്, അതുപോലെ ആഖിറത്ത്, പരലോകം, ഇതിലായിരിക്കും ഊന്നലുണ്ടാവുക. അതുപോലെ പൊതുവെ മനുഷ്യരെ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടുള്ള അഭിസംബോധനകളാണ് ഉണ്ടാവുക. പിന്നെ ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഖുറൈശികൾക്ക് മുമ്പിൽ നബി ഇത് ഓതി അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതില് ഖുറൈശികൾ ആരാധിച്ചു കൊണ്ടിരുന്ന 2-3 ദൈവങ്ങളുടെ പേര് പറയുന്നുണ്ട്. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തൽ ഉഖ്റ. ലാത്തയും ഉസ്സയും മനാത്തയും എന്ന് പറയുന്നു. അപ്പൊ ലാത്ത, ഉസ്സ, മനാത്ത എന്ന് പറയുന്ന ഖുറൈശികൾ ആരാധിച്ചു കൊണ്ടിരുന്നത് ഖുറൈശികളുടെ സ്വന്തമാണ് കേട്ടാ. ശരിക്ക് ഈ ബിംബങ്ങളുടെ കൂട്ടത്തിൽ നേതാവ് ഹുബിലായിരുന്നു. ഹുബിലിനെ കുറിച്ചിട്ട് പക്ഷെ ഖുർആനിൽ പറയുന്നില്ല. ഹുബിലിനെയാണ് ആദ്യമായിട്ട് പ്രതിഷ്ഠിച്ചത്. അംറു ബിൻ ലുഹൈ എന്ന് പറയുന്ന ഒരു വ്യക്തി സിറിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ട് കാബയിൽ പ്രതിഷ്ഠിച്ചത് ഹുബിൽ എന്ന് പറയുന്ന ഹുബിൽ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അതേസമയത്ത് ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ ഖുറൈശികളുടെ സ്വന്തമായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. അവര് ലാത്തയുടെ ആളുകളാണ്, ഉസ്സയുടെ ആളുകളാണ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇതില്. പിന്നെ ഈ സംഭവം നടക്കുമ്പോ കാബയുടെ പരിസരത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആൻ ഓതിക്കൊടുത്തു ഖുറൈശികളും അല്ലാത്തവരുമായ ആളുകൾ. അപ്പൊ നമുക്ക് ബുഖാരിയില്, മുസ്ലിമില്, അബൂദാവൂദ്, നസായി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സുക്തം ഈ ഖുർആൻ ഓതുന്നതിന് സാക്ഷിയായ ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് പിന്നെ അബൂ ഇസ്ഹാഖ് ഇവരൊക്കെ തന്നെ അബ്ദുല്ലാഹിബിൻ മസ്ഊദിൽ നിന്ന് ഈ ചരിത്ര സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുറൈശികൾ കാബയുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശി സദസ്സിൽ വെച്ചിട്ട് ഇത് ഓതിക്കൊടുത്തു. അങ്ങനെ ഓതിയിട്ട് വസ്ജുദു ലില്ലാഹി വഅബ്ദു, അള്ളാഹുവിന് സുജൂദാണ്, അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത് കേട്ടോ ഈ സൂറത്ത്. ആയതിനാൽ അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യുവിൻ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. ആ സമയത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേഗം സുജൂദിലേക്ക് അങ്ങ് പോയി സുജൂദ് ചെയ്തു. പുറകെ എല്ലാ ഖുറൈശികളും മുസ്ലിങ്ങളല്ലാത്തവരെല്ലാവരും സുജൂദ് ചെയ്യിപ്പിച്ചു. എല്ലാവരെയും സുജൂദ് ചെയ്യിപ്പിച്ച ഒരു സൂറത്താണിത്. കാരണം അതിന്റെ ആ അവസാനത്തിൽ വരുമ്പോൾ ആ ഗൗരവം നമുക്ക് മനസ്സിലാവും. വളരെ ശക്തമായ പ്രയോഗത്തിലൂടെയാണ് ഖുർആൻ ചില സംഗതികൾ പറയുന്നത്. അതിന്റെ പ്രകമ്പനം കാരണം അവര് സുജൂദ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരൊറ്റ ഒരാള്, ഉമയ്യത്ത് ബിൻ ഖലഫ്, ഉമയ്യത്ത് ബിൻ ഖലഫ് മാത്രമാണ് സുജൂദ് ചെയ്യാതിരുന്നത്. ഉമയ്യത്ത് ബിൻ ഖലഫ് ഒരു പിടി മണ്ണ് എടുത്തിട്ട് നെറ്റിയിൽ മുട്ടിച്ചു. എന്റെ സുജൂദ് ഇതാണെന്ന് പറഞ്ഞു. ഓക്കെ, ആരാണ് ഉമയ്യത്ത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? എങ്ങനെയാണ് ഉമയ്യത്തിന്റെ പരിചയം? ബിലാലിന്റെ. മാഷാ അല്ലാ, വെരി ഗുഡ്. ബിലാൽ റളിയല്ലാഹുവിന്റെ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിലാണ് ഉമയ്യത്തിനെ നമുക്ക് പരിചയം ഉണ്ടാവേണ്ടത്. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെടണം. അപ്പോ ഇബ്നു മർദവഹിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, അവിശ്വാസികളിൽ ഉമയ്യത്ത് ബിൻ ഖലഫ് മാത്രമാണ് സുജൂദ് ചെയ്യാതിരുന്നത്. അദ്ദേഹം സുജൂദിന് പകരം ഒരു പിടി മണ്ണെടുത്തിട്ട് നെറ്റിയിൽ തൊഴിച്ച് എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് ചെയ്തത്. പിന്നീട് അയാൾ കാഫിറായിട്ട് തന്നെ കൊല്ലപ്പെടുന്നത് ബദറിൽ ഞാൻ കാണുകയും ഉണ്ടായെന്ന് ഇബ്നു മർദവഹി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ അന്ന് അതില് ആ, മുത്തലിബിന് അബിവദ മുത്തലിബിന് അബിവദ എന്ന് പറഞ്ഞിട്ട് ഒരു ഖുറൈശി, അയാൾ ആ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് മാറി നിന്നിരുന്നു, പക്ഷെ അയാൾ സുജൂദ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം മുസ്ലിമായി. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ സുജൂദ് എപ്പോ ഓതുമ്പോഴും ഞാൻ ധാരാളമായിട്ട് സുജൂദ് ചെയ്യാൻ തുടങ്ങി. കാരണം ഈ സൂറത്ത് എപ്പോ ഓതുമ്പോഴും ഞാൻ ധാരാളമായിട്ട് സുജൂദ് ചെയ്യും, കാരണം അന്ന് ഞാൻ സുജൂദ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഈ പാരായണം ഇങ്ങനെ പതുക്കെ തുടങ്ങി. ഇതിന്റെ ഒരു പരാമർശം ഇങ്ങനെ അങ്ങനെ അവസാനത്തിൽ അവസാനിക്കുന്ന ഒരു ഭയങ്കര ഈണാത്മകമായിട്ടുള്ള ഒരു പാരായണമാണ്. അതിന്റെ ആ ഒരു ഫുൾ ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അബ്ദുൽ ബാസിത്തിന്റെ മുജവ്വദ് എന്ന് പറഞ്ഞ ഒരു സ്റ്റൈല് പാരായണുണ്ട്. അബ്ദുൽ ബാസിത്തിന് രണ്ട് സ്റ്റൈൽ പാരായണം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് മുറത്തല്, ഒന്ന് മുജവ്വദ്. അതിൽ അബ്ദുൽ ബാസിത്തിന്റെ മുജവ്വദ് പാരായണം എടുത്തിട്ട് വന്നജ്മി ഇദാഹവ ഒന്ന് കേട്ടു നോക്കാം. ആ എല്ലാ എന്താ പറയാ, അതിന്റെ ആ ഒഴുക്കും ഗാംഭീര്യവും ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. അത് അബ്ദുൽ ബാസിത്തിന് മാത്രമല്ല, ഇപ്പം മിഷാരിയുടെയും മഹ്മൂദ് ഖലീൽ അൽ ഹുസൈൻ ഇവരുടെയൊക്കെ പാരായണത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അബ്ദുൽ ബാസിത്തിന്റെ മുജവ്വദിൽ ഒരു ഗംഭീര ഫീലിംഗ് നമുക്ക് വേറെ തന്നെ കിട്ടും. അപ്പോ ഇതിന്റെ അവസാനം ഹവ ഹവ വായിൽ ഇങ്ങനെ അവസാനിക്കും. പിന്നെ അവസാനത്തിലേക്ക് വരുമ്പോ ആ ആ എന്ന് വരും. പിന്നെ ഊ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കണം. അപ്പൊ ഈ ഊ ഒക്കെ വരുന്ന രസകരമായ പ്രാസങ്ങളിലാണ്, അല്ലെങ്കിൽ കാഫിയ എന്ന് പറയാം അറബിയിൽ, അതിലാണ് ഈ സൂറത്ത് ഉള്ളത്. അപ്പോ ഈ ആളുകളൊക്കെ സുജൂദ് ചെയ്തപ്പോ ഖുറൈശികളുടെ ഇടയിൽ, മക്കയിലും പിന്നീട് പുറത്തേക്കും, അതായത് അന്നത്തെ കുറച്ച് കച്ചവടക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു മക്കയിൽ, അവരുടെ ഇടയിലൊക്കെ ഒരു സംഗതി പ്രചരിച്ചു. ഖുറൈശികൾ മൊത്തം മുസ്ലിമായിരുന്നു. അതായത് സുജൂദ് ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് നമുക്ക് ഒരു വൈകാരികമായ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുമ്പോൾ പെട്ടെന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ സുജൂദിലേക്ക് പോകുമല്ലോ. അങ്ങനെ സംഭവിച്ചത്. അപ്പൊ അബസീനിയയിൽ എന്ത് ചെയ്ത്, ഒരു വലിയ വാർത്ത പരന്നു. സഹാബികൾ അവിടെ ഹിജ്റ പോയിട്ട് അവിടെ ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ വാർത്ത പരന്നു, മക്കാർ മൊത്തം മുസ്ലിമായി. അങ്ങനെ മക്കാർ മൊത്തം മുസ്ലിം ആണെന്ന് അറിഞ്ഞപ്പോ കുറെ സഹാബികൾ തിരിച്ചു വന്നു മക്കയിലേക്ക്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ സുജൂദ് ചെയ്തതിന്റെ ഒരു കെറിവ്, ഞങ്ങൾ അറിയാതെ സുജൂദ് പോയതില്ല, അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ചമ്മലുണ്ടല്ലോ, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവർ ഉപദ്രവങ്ങൾ കൂടുതൽ തുടങ്ങുകയാണ് ചെയ്തത്. അപ്പൊ സത്യത്തിൽ ഈ സൂറത്തിന്റെ അവതരണം ഒരർത്ഥത്തിൽ എല്ലാവരെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചാലും പിന്നീട് അവിടുന്ന് ഉപദ്രവങ്ങൾ കൂട്ടുകയാണ് ചെയ്തത്. കാരണം ഓരോരുത്തർക്കും പ്രൂവ് ചെയ്യണം ഞാൻ അതിൽ പെട്ടിട്ടില്ല എന്നുള്ളത്. ഖുറൈശികളോട് യഹൂദികള്, പുറത്തുനിന്നുള്ള യഹൂദികളൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പരിപാടിയാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ തന്നെ മുഹമ്മദിനെ എതിർക്കണം, എന്നിട്ട് നിങ്ങൾ പിന്നെ സുജൂദ് ചെയ്ത് എല്ലാവരും കൂടി.
അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനല്ല സുജൂദ് ചെയ്തത്, അവിടെ ലാത്തയെയും ഉസ്സയെയും ഒക്കെ പരാമർശിച്ചിരുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സുജൂദ് ചെയ്തത്. അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് അവര്. അള്ളാഹുവാണ് എല്ലാത്തിന്റെ സൃഷ്ടാവ് എന്നും കാബയുടെ സൃഷ്ടാവ് എന്നും അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അവർക്ക് അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ടത് അവരവരുടെ ഏഹ്, ബിംബങ്ങളെ ഭയങ്കര അഭിമാനമായിട്ടാണ് കണ്ടിരുന്നത്. ഈ ബിംബങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ ആളുകൾ അതിനെ ഭയങ്കര അഭിമാനമായിട്ടാണ് കാണുക. അഭിമാനമായിട്ട് കാണുക എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവര് അതുപോലെ തന്നെ അതിനെ പിന്തുടരണം, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പ്രശ്നം തന്നെയാണത്. ബിംബങ്ങളുടെ പേരിൽ അഭിമാനം കൊള്ളുകയും ആ ബിംബങ്ങളുടെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന അവസ്ഥ അവിടെയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലാത്തക്കും മുസ്സക്കും വേണ്ടി സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ലാത്തക്കും മുസ്സക്കും കീഴടങ്ങാത്തതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് കഠിനമായി മർദ്ദിച്ചത്, കൊന്നുകളഞ്ഞത്. സുമയ്യ റളിയല്ലാഹു അൻഹയെ അബൂ ജഹൽ കൊന്നുകളഞ്ഞത്. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു, അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് അടി നിർത്തിപ്പോയത്, കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട്. ഷഹീദുൽ ഹൈ, ജീവിച്ചിരിക്കുന്ന ഷഹീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പിന്നെ വന്നത്, അമ്മാർ റളിയല്ലാഹു അൻഹു. ഖബ്ബാബ് ബിൻ ലറത്തിനെ മണലിൽ കിടത്തി ഇരുമ്പ് പഴുപ്പിച്ച് ഇരുമ്പിന്റെ ചുവപ്പ് നിറം മാറുന്നത് വരെ പുറത്തു വെച്ച്, അങ്ങനെ മാംസം കരിഞ്ഞു പോയിട്ട് എല്ലിൽ വരെ മുട്ടി എന്ന് പറയുന്നത്. അത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ചത് ഒക്കെ ഈ ബിംബങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരതിൽ അഭിമാനം കൊണ്ടിരുന്നു, അവരുടെ ഫഖ്റായിരുന്നു, അവരുടെ അഭിമാനമായിരുന്നു ബിംബങ്ങൾ. എല്ലാ സംഗതിക്ക് പോകുമ്പോഴും അവര് കഅബയുടെ അടുത്ത് വന്ന് വിഗ്രഹങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടാണ് പോവുക. ആ വിഗ്രഹങ്ങളെയാണ് വിഗ്രഹങ്ങളുടെ മുന്നിൽ കാണിക്ക വെച്ച ഭക്ഷണത്തിൽ നിന്ന് ഒരു ഈച്ച അതിന്റെ ഭക്ഷണം എടുത്തു കൊണ്ടുപോയാൽ പോലും അതിനെ തടയാൻ പറ്റാത്ത അത്ര നിസ്സാരരായിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ തോണ്ടിവിടുന്നത് പരിഹസിക്കാൻ. താലിബു വൽ മത്ലൂബ്, ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും എത്ര ദുർബലൻ എന്നുള്ള ഒരു പ്രയോഗം ഖുർആനിലുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ്. താലിബു വൽ മത്ലൂബ്, ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവരും എത്ര ദുർബലനാണെന്ന്. ഒരു കല്ലിന്റെ കഷ്ണത്തോട് നിന്നിട്ട് വർത്തമാനം പറയാ, അതിനോട് ചോദിക്കുക, അതിന്റെ അനുവാദം വാങ്ങിയിട്ട് പോവാ. പോകുന്ന സമയത്ത് യാത്രകൾ, ദീർഘയാത്രകൾ പോകുന്ന സമയത്ത് മാവ് കൊണ്ട് ചുട്ടെടുത്ത ബിംബങ്ങളെ കൊണ്ട് ഇവർ പോകാറുണ്ടായിരുന്നു. അവർക്കറിയാം അതിന്റെ നിസ്സാരത എത്രത്തോളാണെന്ന്. അങ്ങനെയുള്ള ഒരു യാത്രയിൽ മാവ് കൊണ്ടുള്ള ഒരു വിഗ്രഹം കയ്യിലുണ്ട്, പക്ഷേ ഭക്ഷണം തീർന്നുപോയി. അങ്ങനെ ഭക്ഷണമില്ലാതെ വിശന്ന് കണ്ണിളിച്ച ഒരു സന്ദർഭത്തിൽ തന്റെ വിഗ്രഹത്തെ ഭക്ഷണം ആക്കി കഴിച്ചു. വിഗ്രഹത്തെ കഴിക്കില്ലാതെ എന്താ ചെയ്യുക? അങ്ങനെ കഴിച്ച ആളുകളൊക്കെ ഉണ്ട് അറബികളുടെ കൂട്ടത്തിൽ. അവർക്കറിയാം അതിന്റെ നിസ്സാരത എത്രമാത്രമാണെന്നുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ അതിൽ അഭിമാനം കൊണ്ടിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് ചില നിബന്ധനകൾ വെച്ചിരുന്നു. അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടും ഞങ്ങളെല്ലാവരും, അള്ളാഹുവിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാം, അള്ളാഹു ഞങ്ങൾ ഇബാദത്ത് ചെയ്യാം. പക്ഷെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് പോവാം. ഒരു മാസം അള്ളാഹുവിന് ഇബാദത്ത്, ഒരു മാസം ലാത്തക്കും ഉസ്സക്കും. നബി സമ്മതിച്ചില്ല. അങ്ങനെ 6 മാസം ഒക്കെ പറഞ്ഞ്, ഒരു മാസമൊക്കെ പറഞ്ഞ് അവസാനം അവര് 11 മാസം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാം, ഒരു മാസം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് ഒരു ചെറിയൊരു ആക്കമുണ്ടായിരുന്നു കേട്ടാ. കാരണം അത് സമ്മതിക്കുന്നതോട് കൂടിയിട്ട് അവസാനം അവർ ഒരു ദിവസം വരെയൊക്കെ എത്തി. എല്ലാ ദിവസവും, ഒരു വർഷത്തിൽ എല്ലാ ദിവസവും ആയിരിക്കും ഒരു ദിവസം ഒന്ന് ലാത്തയുടെയും ഉസ്സയുടെയും ഒക്കെ മുന്നിൽ കുമ്പിട്ടാൽ മതി. ബാക്കി അള്ളാഹുവിന്റെ അസിസ്റ്റന്റുകളല്ലേ എന്നാണ് അവരുടെ സങ്കല്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരിക്ക് ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടായി.
അതൊന്നും അള്ളാഹുവാണ് അനുവദിച്ചു തന്നിരുന്നെങ്കിൽ ഈ എല്ലാരെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നല്ലോ, പിന്നെ അവരെ ശരിയാക്കി എടുക്കാലോ. പക്ഷെ അവരെ വേണ്ട, ഇസ്ലാമിന് അവരെ വേണ്ട. അങ്ങനെ ബിംബത്തെ ആരാധിച്ചിട്ട് അള്ളാഹുവിന് തന്നെ ഷിർക്ക് ഷിർക്ക് മാത്രം അള്ളാഹു പൊറുക്കൂല, വേറെ എന്ത് വേണേലും പുറത്തു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും നിങ്ങൾ വെച്ചു തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ പരിപാടിയിൽ നിന്ന് പിന്തിരികയില്ല എന്ന്. അപ്പോ അവർക്ക് അറിയാമായിരുന്ന ആ സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അർത്ഥത്തിൽ തന്നെയായിരുന്നു അവരോട് പ്രതികരിച്ചിരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത്. സൂറത്തുൻ നജ്ം. ഇനി സൂറത്തുൻ നജ്മിലേക്ക് നമുക്ക് പതുക്കെ മൂവ് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഓതിയിട്ട് നമുക്ക് കടക്കാം. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى. നടന്നോട്ടെ. വന്നജ്മി ഇദാ ഹവ. നക്ഷത്രമാണ് സത്യം. നജ്മ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം. നജ്മി ഇദാ ഹവ. നജ്മ് അസ്തമിക്കുമ്പോൾ. നക്ഷത്രമാണ് സത്യം, അത് അസ്തമിക്കുമ്പോൾ. അപ്പൊ അസ്തമയ നക്ഷത്രം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അത് സാക്ഷി. അസ്തമയ നക്ഷത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. ഇവിടെ വാവുൽ ഖസം എന്ന് പറയും. ചില തുടങ്ങുന്ന വാ. വല്ലൈലി ഇദാ യഗ്ഷ വസ്സമാഇ വത്വാരിഖ് വശംസി വദുഹാഹ വദ്ദുഹ വത്തീൻ. സൃഷ്ടികളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നുണ്ട്. വാവും വല്ലാഹിയും പറയും, തല്ലാഹിയും പറയും. വാ വല്ലാഹി നീട്ടില്ല. ആ സമയത്ത് സൃഷ്ടികളെ കൊണ്ട് പറയുമ്പോൾ വാവ് വെച്ചിട്ടാ പറയാം. വാവ് രണ്ടർത്ഥത്തില് അറബി ഭാഷയിൽ ഉപയോഗിക്കും. ഒന്ന് ആൻഡ് എന്നുള്ള ചേർക്കാം, വാവ് ലാത്തഫ് എന്ന് പറയും. രണ്ടാളുകളെ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങൾ എന്നുള്ളതിന്റെ ഇടയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് വാവ്. നജ്മു വശംസ്, നജ്മു വശംസു വൽ ഖമറു, അവിടെ സൂര്യനും ചന്ദ്രനും എന്നർത്ഥം. പക്ഷെ തുടക്കത്തിൽ ഒരു വാവ് വരുമ്പോൾ അത് വാവുൽ ഖസമാണ്, സത്യത്തിന്റെ വാവാണ്. വല്ലാഹി എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പോലെ വന്നജ്മി, നക്ഷത്രം തന്നെയാണ് സത്യം. ഇതാ ഹവ, അത് അസ്തമിക്കുമ്പോൾ. അപ്പൊ അസ്തമയ നക്ഷത്രമാണ് സത്യം. നക്ഷത്രത്തിന് അസ്തമയുണ്ട്, എല്ലാ നക്ഷത്രങ്ങൾക്കും അസ്തമയുണ്ട്. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നക്ഷത്രങ്ങളെ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അലമ്മ അഫലത്ത്, നക്ഷത്രങ്ങൾ അസ്തമിച്ചപ്പോൾ. യഥാർത്ഥത്തിൽ നമ്മളെ നക്ഷത്രങ്ങൾ അസ്തമിക്കുകയല്ല ചെയ്യണത്, മറിച്ച് നമ്മളുടെ പ്രയോഗമാണ്. നക്ഷത്രങ്ങൾ അസ്തമിച്ചു വന്നാൽ നമ്മുടെ മാനത്ത് നിന്ന് നക്ഷത്രം അപ്രത്യക്ഷമാവുന്നതിനെയാണ് നമ്മൾ അസ്തമിക്കുക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? മാ ലല്ല സാഹിബുക്കും മാ ഗവ. മാ ലല്ല സാഹിബുക്കും, നിങ്ങളുടെ സാഹിബ്, നിങ്ങളുടെ കൂട്ടുകാരൻ, മാ ലല്ല, വഴിതെറ്റിയിട്ടില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല. മാ ലല്ല സാഹിബുക്കും വമാ ഗവ, ദുർമാർഗത്തിൽപ്പെട്ടിട്ടില്ല. അതായത് നിങ്ങളുടെ സാഹിബ്, നിങ്ങളുടെ സഹോദരൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ദുർമാർഗത്തിൽപ്പെട്ടിട്ടില്ല, വഴിതെറ്റിയിട്ടില്ല. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങളുടെ സാഹിബ് ദുർമാർഗത്തിൽപ്പെട്ടില്ല, നിങ്ങളുടെ കൂട്ടുകാരെ ദുർമാർഗത്തിൽപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് എന്താ അതിൽ മനസ്സിലായത്? നിങ്ങളുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയാം, മാ ലല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരൻ ദുർമാർഗത്തിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ?
ആരോടാ പറയണേ? പ്രവാചകനോട്. അതെ, പ്രവാചകനോടാണ് പറയണത്. പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരെന്ന് ആരോടാ പറയണേ? കുറേശികളോട്. ഖുറൈശികളോടാ പറഞ്ഞത്. കറക്റ്റ്. ആരാ പറഞ്ഞേ? കറക്റ്റ് ആണ്. ഖുറൈശികളോടാണ് പറയേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരൻ. വലിയൊരു പ്രയോഗമാണത്, വളരെ ശക്തമായ ഒരു പ്രയോഗമാണ്. എന്തുകൊണ്ട് ഖുറൈശികളോട് നിങ്ങളുടെ കൂട്ടുകാരൻ എന്ന് പറയാൻ കാരണം? മാ വല്ല, വഴിപഴച്ചിട്ടില്ല. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാലിലാണ്, വഴി തെറ്റിപ്പോയവനാണ്. മുദിലാണ്, മടങ്ങിപ്പോയവനാണ്, തെറ്റിപ്പോയവനാണ്. കാദിബാണ്, കള്ളനാണ്. സാഹിറാണ്, മായാജാലക്കാരനാണ്. കാഹിനാണ്, ജ്യോത്സ്യനാണ് എന്നിങ്ങനെ തുടങ്ങി ഒരു 5-8 തരത്തിലുള്ള പ്രയോഗങ്ങൾ അവർ നടത്തി നോക്കിയിട്ടുണ്ട്. ഷായിറാണ്. അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞു അമാഹുബി കൗലി ഷായിർ, കവികളുടെ വാക്കാണോ? വലാബി കൗലി കാഹിൻ, ജ്യോത്സ്യന്റെ വാക്കാണോ? അല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് അറബി അല്ലാത്ത ഏതോ അനറബിയിൽ നിന്ന് ഓതി കേൾക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് അറബിയല്ലേ? ഇത്രമാത്രം ഫുസ്ഹ, ശുദ്ധമായ അറബി ഭാഷ ആരാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുവരെ? അപ്പൊ അവര് പറഞ്ഞിരുന്നത് പഴച്ചു പോയവനാണ്. അതിനൊരു അടിസ്ഥാനമില്ല. മാ വല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ സാഹിബ്, സുഹൃത്ത് തെറ്റിപ്പോയിട്ടില്ല, വഴിപഴച്ചിട്ടില്ല. ഗവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം മാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഗവ, ഗവിയ്, അതായത് ദുർമാർഗി. ദുർമാർഗിയും അല്ല, വഴി തെറ്റിയിട്ടുമില്ല. പിന്നെ സാഹിബ് എന്ന് പറയാൻ കാരണം വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു എല്ലാം കൊണ്ടും, സത്യസന്ധത കൊണ്ടും അമാനത്ത് കൊണ്ടും. ഖുറൈശികളല്ലേ 35 വയസ്സുണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മധ്യസ്ഥനാക്കിയിട്ട് ഹജറുൽ അസ്വദ് സ്ഥാപിച്ചത്. അന്ന് അദ്ദേഹത്തിന് പ്രവാചകത്വം കിട്ടിയിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മധ്യസ്ഥനാക്കിയിട്ട് ഹജറുൽ അസ്വദിന്റെ പ്രശ്നം പരിഹരിച്ചല്ലോ ഖുറൈശികൾ. അന്ന് അദ്ദേഹത്തിന് നബൂവത്ത് കിട്ടിയിരുന്നോ? അതല്ലേ സൂറത്ത് യൂനുസിൽ ചോദിക്കുന്നത്, വഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലിഹി, ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെയല്ലേ 40 വയസ്സ് വരെ ജീവിച്ചത്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? നിങ്ങൾ തന്നെയല്ലേ എന്നെ അല്ലമീൻ എന്ന് വിളിച്ചത്. ഞാൻ നിങ്ങളുടെ എല്ലാവരും ബന്ധപ്പെട്ട ആളല്ലേ, വേണ്ട ആളല്ലേ. നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ അമാനത്തുകൾ എന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഞാൻ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ എന്റെ അടുത്ത് കാശ് തരുന്നത് നിങ്ങളല്ലേ. നിങ്ങളുടെ പൈസ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുതരുന്നത് നിങ്ങളല്ലേ. അഹും കരീം വബ്നു അഹിൻ കരീം, മാന്യനായ സഹോദരന്റെ പുത്രൻ, മാന്യനായ സഹോദരൻ. അങ്ങനെയല്ലേ നിങ്ങൾ എന്നെ വിളിച്ചേ? ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനല്ലേ? അബ്ദുൽ മുത്തലിബിന്റെ പേരെ മകൻ, പക്ഷെ വാപ്പ നേരത്തെ മരിച്ചോണ്ട് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനല്ലേ? അങ്ങനെ നബി പറയല്. അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ മുത്തലിബിന്റെ മോനാണ്. ഖുറൈശികളുടെ നേതാവായിരുന്ന വീരനും ശൂരനും ഖുറൈശികളുടെ ആഭിജാത്യവും ഖുറൈശികളുടെ ധൈര്യവും സ്ഥൈര്യവും ഒക്കെ തിരിച്ചു പിടിച്ച അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് ഞാൻ. ഞാൻ ആഭിജാത്യമുള്ള കുടുംബത്തിൽ പറഞ്ഞതാണ്. നിങ്ങളല്ലേ എന്നെ സഹോദരൻ, സുഹൃത്ത് ആയി കണ്ടിരുന്നത്. നുബുവത്ത് പറഞ്ഞതോട് കൂടിയിട്ട്, അള്ളാഹുവിന്റെ സന്ദേശം തന്നതോട് കൂടിയിട്ട് നിങ്ങൾ മാറിപ്പോയോ? ആ നല്ല സാഹിബുക്കും അമ്മാകാവ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കൂട്ടുകാരെ തെറ്റിപ്പോയിട്ടില്ല, ദുർമാർഗത്തിലായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അനിൽ ഹവ, അദ്ദേഹം സംസാരിക്കുന്നില്ല അനിൽ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ പോലെ സംസാരിക്കുന്നവനല്ല. 2 ഹവകളോടെ പറഞ്ഞു, 2 വ്യത്യസ്ത അർത്ഥത്തിലാണ്. എന്താ ഹവ? ഹവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ പോലെ എന്നർത്ഥം ഹവ. ആദ്യം പറഞ്ഞ ഹവയെ വന്നജ്മി ഇദാ ഹവ, നക്ഷത്രം അസ്തമിക്കുമ്പോൾ, അവിടെ അത് വെർബ, ഹവായഹുബി വെർബ. ഒമാ യന്തിക്കു അനിൽ ഹവ എന്ന് പറയുന്നിടത്ത് അത് നൗണ. അവിടെ ഹവ എന്നുള്ളതിന് അർത്ഥം എന്താ? അൽ ഹവ, അൽ ഹവ ദേഹേച്ഛ.
സ്വന്തം ഇഷ്ടം, തോന്നിയതുപോലെ. ഒരിടത്ത് ഖുർആനിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, അഫറായിത്ത മനിത്തഖദ ഇലാഹു ഹവാഹു. സ്വന്തം ഹവയെ ഇലാഹാക്കിയവരെ കണ്ടുപോ. എൻ്റെ ബോഡി, മൈ ഡിസിഷൻ, മൈ ഫ്രീഡം, ഐ വിൽ ഡിസൈഡ്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയല്ല ഇസ്ലാമില്. ഇറ്റ്സ് നോട്ട് യുവർ ബോഡി, ഇറ്റ്സ് നോട്ട് യുവേഴ്സ്, എവറിത്തിങ് ബിലോങ്സ് ടു യു ബൈ അള്ളാഹ്. അതാണ് ഇസ്ലാമില്. നമ്മളുടെ ബോഡിയും നമ്മളുടെ വീടും നമ്മളുടെ കുടുംബവും സ്വത്തും സമ്പത്തും എല്ലാം, വാട്ട് ആൾ വി ആർ തിങ്കിങ് ദാറ്റ് ബിലോങ്സ് ടു അസ്, നമ്മുടേതാണ് നമ്മൾ കരുതുന്ന എല്ലാം അള്ളാഹുവിന്റെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. ഒമാ യന്തിഖു അനിൽ ഹവ. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ പോലെ സംസാരിക്കല്ല. അങ്ങനെ തോന്നിയ പോലെ സംസാരിക്കുകയാണെങ്കിൽ ഈ 40 കൊല്ലം, ഒരു മനുഷ്യന്റെ 40ാമത്തെ കൊല്ലമല്ലല്ലോ ഒരാൾക്ക് തിരിയാനുള്ളതാണെങ്കിലൊക്കെ നേരത്തെ തിരിയും. അവിടെ അച്ചടക്കത്തോട് കൂട്ടിയിട്ട് ജീവിച്ചിരുന്നു. ഒന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ബിംബാരാധന അങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രവാചകനായില്ലെങ്കിൽ ഒരു ഹനീഫിയാണ് നബി. ഹനീഫി എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്ത് പിന്തുടരുന്ന ഖുറൈശികൾ ഉണ്ടായിരുന്നു. അവർ ബിംബങ്ങളുടെ മുന്നിൽ ഇബാദത്ത് ചെയ്യില്ല, ബിംബങ്ങളെ ആരാധിക്കൂല. അവരെ ഹനീഫികൾ എന്നാ പറഞ്ഞത്. അവർക്ക് ഒരുപക്ഷെ നിസ്കരിക്കാനോ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാനോ സക്കാത്തോ അതൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ തൗഹീദ് അറിയാം. ആ തൗഹീദ് അവർ പ്രസംഗിക്കുമായിരുന്നു. ഉക്കാദ് ചന്തയിലും ഹജ്ജിന് വരുമ്പോഴും എല്ലായിടത്തും ആളുകളുടെ മുന്നിൽ തൗഹീദ് പ്രസംഗിക്കുമായിരുന്നു, ഉസ്ബിന് സാദിനെ പോലെ. അതുപോലെ തന്നെ സെയ്ദുബിനു അമ്രുബിനു നുഫൈലിനെ പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദുബിൻ അമ്രുബിനു നുഫൈലിനെ സ്വർഗത്തിൽ കണ്ടതായിട്ട് പറയുന്നുണ്ട്. സെയ്ദുബിൻ അമ്രുബിനു നുഫൈൽ ആളുകളുടെ ഇടയിൽ തൗഹീദ് പ്രസംഗിക്കുമായിരുന്നു. എന്തിനേറെ നമ്മുടെ അബൂദറുൽ ഗിഫാരി, അദ്ദേഹം ബിംബാരാധനക്കെതിരെ സംസാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബിംബാരാധനയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒരിക്കൽ പോലും ബിംബങ്ങളുടെ മുന്നിൽ കുമ്പിട്ടിട്ടില്ല. എന്നല്ലാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനോ ഒരു നേതൃത്വത്തിൽ വരാനോ അങ്ങനൊന്നും നബി ആഗ്രഹിച്ചിട്ടില്ല. അതേ ഒരാൾ എപ്പോഴും ചോരയും നീരുള്ള ഒരു 25 വയസ്സ് 30 വയസ്സ് ആ സമയത്തൊക്കെ അല്ലേ അത് ചെയ്യേണ്ടത്? ചെയ്തിട്ടില്ല. 40 വയസ്സായിട്ട് ഒരാള് പെട്ടെന്ന് വന്നിട്ട് അതുവരെ എഴുത്തും വായനയും ഒരു കവിത പോലും ചൊല്ലാത്ത ഒരാള് മനോഹരമായിട്ട് ഖുർആൻ ഓതുന്നു. ഒമാ അല്ലംനാഹു ശിഅറ ഒമാ യംബഗി ലഹു. അദ്ദേഹത്തെ നാം കവിത പഠിപ്പിച്ചിട്ടില്ല, അദ്ദേഹത്തിന് കവിത അറിയില്ല. നിങ്ങൾക്ക് സംഭവം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കവിത പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ കവിത ഉദ്ധരിച്ചിട്ട് ആദ്യത്തെ ഖുർആൻ വ്യാഖ്യാനത്തിൽ തന്നെ ഒരുപാട് കവിതകൾ ഉണ്ട് കേട്ടാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കവിത ഉച്ചരിച്ചിട്ടില്ല. ഒരു സംഭവം ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിത ഉദ്ധരിക്കാൻ ശ്രമിച്ചു, അത് തെറ്റിപ്പോയി. അപ്പൊ സഹാബത്ത് അത് തിരുത്തി കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നിങ്ങൾക്ക് അതിന്റെ ഐഡിയ മനസ്സിലായല്ലോ, ഞാൻ അതേ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, അത് കവിത അതുപോലെ ഉദ്ധരിക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമായിരുന്നില്ല എന്നാ പറഞ്ഞേ. എന്തുകൊണ്ട്? അങ്ങനെയാണ് ഈശായിട്ട് പറയാറ്, അദ്ദേഹം ഒരു കവിയാണ്, അദ്ദേഹത്തിന്റെ കവിതയാണ്. അപ്പൊ അതറിയില്ല, എഴുത്തുമാനെ അറിയില്ല. അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മി, എഴുത്തുമാനെ പഠിക്കാത്ത പ്രവാചകൻ, അതിനെ പിന്തുടരുന്ന എന്നാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് ഇതൊന്നും അറിയില്ല. കച്ചവടക്കാരനായിരുന്നു, കച്ചവടം ചെയ്യാനറിയായിരുന്നു, സത്യസന്ധനായിരുന്നു, അതൊക്കെ ശരി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കവിയായിരുന്നില്ല, കവിത അറിയായിരുന്നില്ല. അങ്ങനെയുള്ള ഒരാള് എല്ലാ കവികളെയും തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള സൂക്തങ്ങൾ 40ാം വയസ്സ് മുതൽ പറയുന്നു. എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിഅ, എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് ഞാൻ എന്ന് പറയുകയും അള്ളാഹു എന്നെ അതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുകയും
അള്ളാഹുവിന്റെ വചനങ്ങളാണ് എന്ന് പറഞ്ഞ് മനോഹരമായിട്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കേൾപ്പിക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഖുർആനിലെ ഓരോ ആയത്തുകളും ആഴത്തിൽ ഖുറൈശികളെ സ്വാധീനിക്കുന്നു. അങ്ങനെ ആ ഖിറാത്ത് അവര് കേൾക്കുമ്പോൾ അവർ വേറെ ഏതോ ഒരു തലത്തിലെത്തുന്നു. അവർക്ക് വൈകാരിക വിസ്ഫോടനങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ രാത്രിയിൽ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ വേണ്ടി പതുങ്ങിപ്പോയി നിൽക്കുന്നു. ആര്? നേതാക്കന്മാര്. ഉത്തുബത്തും ഷൈബത്തും ഉമയ്യത്തും ഉൾപ്പെടെയുള്ള, ഉഖബത്തും അബീ മുആയിഖ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് പിന്നിൽ രാത്രി പോയി പതുങ്ങി നിൽക്കുന്നു ഖുർആൻ കേൾക്കാൻ വേണ്ടി. എന്നിട്ട് അവര് ഖുർആനെ കുറിച്ച് അത്ഭുതം കൂറുന്നു. പരസ്പരം കാണുമ്പോൾ അവർക്ക് ചമ്മലുണ്ടാകുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാ വന്നത്. പക്ഷെ കണ്ടപ്പോൾ അവർക്ക് ചമ്മലുണ്ടാവുന്നു. തീരുമാനമെടുക്കുന്നു, നമ്മുടെ ശത്രുവിന്റെ കയ്യിലുള്ള ഈ ഖുർആൻ കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ രാത്രി പോയി നിൽക്കുന്നത് ശരിയല്ല, മോശമാണ്. അതുകൊണ്ട് ഇനി ആരും വരരുത്. പക്ഷെ പിറ്റേന്ന് രാത്രി ആയപ്പോഴും അവർക്കത് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും വിചാരിച്ച് നമ്മൾ തീരുമാനിച്ചതല്ല, അതുകൊണ്ട് മറ്റാരും വരൂലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പതുക്കെ വീണ്ടും പോയി. അപ്പൊ നോക്കിയപ്പോ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും അങ്ങനെ വിചാരിച്ചു. മൂന്നാമത്തെ ദിവസം ഇത് ആവർത്തിച്ചു. അപ്പൊ അതോടുകൂടി അവർ പറഞ്ഞു, ഇത് ശരിയാവൂല, ഇതോടുകൂടി നമ്മൾ തീരുമാനം എടുക്കുകയാണ്, ഇനി നമ്മൾ ഇങ്ങോട്ട് വരൂല. അങ്ങനെയാണ് അവർ നിർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇത് കവിതയാണോ അല്ല എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് വലീദ് എന്ന് പറയുന്ന ഒരു കവിയെ അയക്കുന്നുണ്ട് നബിയുടെ അടുത്തേക്ക്. അദ്ദേഹം അടുത്തു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു സുഹ്റുഫ് ഓതി കൊടുത്തു. 11-12 ആയത്തുകളായപ്പോ അദ്ദേഹം നബിയുടെ വായ പൊത്തി പിടിക്കാണ്, ഇനി ഓതല്ലേ. കാരണം നബിയെ നിഷേധിക്കുന്ന പ്രമുഖന്മാർക്ക് ശക്തമായ നരകം വാഗ്ദാനം ചെയ്യുന്ന ആയത്തുകളിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പേടിച്ചുപോയി. അങ്ങനെ ഹൃദയം നുറുങ്ങുന്ന അവസ്ഥ ഈ ഖുർആൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കേട്ട മാത്രയിൽ പലരും ഇസ്ലാം സ്വീകരിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, തോഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ, താങ്കളെ പ്രയാസപ്പെടുത്താനല്ല ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്, ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ഷ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഖുർആൻ. തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, ഉന്നതമായ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ആ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പടച്ചുപോയി ഹൃദയം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ. ദല്ലൂനി അലാ മുഹമ്മദ്, ദല്ലൂനി അലാ മുഹമ്മദ്, എവിടെ മുഹമ്മദ്, എനിക്ക് കാണിച്ചു തരാം, എനിക്ക് ഇപ്പൊ പോണം മുഹമ്മദിന്റെ അടുത്ത്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ വരുന്നത്. വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു അവരുടെ ഹൃദയത്തിൽ. ഈ ഒരു സൂറത്തിന്റെയും പ്രത്യേകത അത് തന്നെയാണ്. കടുത്ത പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു അവരുടെ ഖുറൈശികളുടെ ഇടയിൽ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ഇതിനെ തുടർന്ന് ഞാൻ മുഹമ്മദിന്റെ ആളെന്നല്ല എന്ന് കാണിക്കാനുള്ള ഒരു മത്സരമായിരുന്നു. അബൂജഹലിന്റെ ഉപദ്രവങ്ങൾ കൂടി ഉഖബത്ത് ബിൻ അബീ മുആയിഖ് അവരെ പോലെയുള്ള ആളുകൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്ത് ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട സംഭവങ്ങൾ, അങ്ങനെ കുറെ സംഗതികൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഉപദ്രവങ്ങളിലേക്ക് പിന്നെ ഇത് വഴിവെച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാഥമികമായിട്ട് സ്വന്തം ഹവ സംസാരിക്കൂല. സ്വന്തം ഹവ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റാത്ത സാധനമാണ്. ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന് വിധേയപ്പെടുത്തുക എന്നുള്ള. മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീഴ്പ്പെടുത്തുക എന്നർത്ഥം. അള്ളാഹുവിന് സ്വന്തം ദേഹത്തെ കീഴ്പ്പെടുത്തുന്നവനാണ് മുസ്ലിം. അസ്ലിം തസ്ലം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അസ്ലിം, നീ കീഴ്പ്പെട്. ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോ ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, ആദ്യമായിട്ട് മുസ്ലിം എന്ന് വിളിച്ചത് ഇബ്രാഹിം നബി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കീഴ്പ്പെട്ടു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമും കീഴ്പ്പെട്ടു. അതേപോലെ മുസ്ലിം എന്ന് പറഞ്ഞ സ്വന്തം ഹവയെ കീഴ്പ്പെടുത്തലാണ്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ,
സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറയാണ്, ആരെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കും എന്ന് ഭയപ്പെടുകയും ഹവയിൽ നിന്ന്, സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് തോന്നിയ പോലെ പ്രവർത്തിക്കുന്നതിൽ തന്റെ നഫ്സിനെ മുക്തമാക്കി, വനഹൻ നഫ്സ അനിൽ ഹവ ഫൈനൽ ജന്നത്ത ഹിയൽ മഅവ, അവനക്കാണ് സ്വർഗം. അപ്പൊ ഹവ വലിയൊരു പ്രശ്നമാണ്. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുക, തോന്നിയ പോലെ ജീവിക്കുക. യക്കുലൂന കമ തക്കുലുൽ അനാം, ആ കന്നുകാലികള് അർമാദിക്കുന്ന പോലെ അർമാദിക്കുകയും തിന്നുന്ന പോലെ തിന്നുകയും ചെയ്യാം. അപ്പോ സത്യനിഷേധികളുടെ അവസ്ഥ കന്നുകാലികളെ പോലെയാണ്. വല്ലദീന കഫറു യക്കുലൂന വയതമത്തഊന കമാ യതമത്തഊന വയക്കുലൂന കമാ തക്കുലുൽ അനാം. സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ യതമത്തഊന, അവര് അർമാദിക്കുന്നു, ആസ്വദിക്കുന്നു. വയക്കുലൂന കമാ തക്കുലുൽ അനാം, കന്നുകാലികൾ കഴിക്കുന്നത് പോലെ കഴിക്കുന്നു. അന്നാർ മസ്വല്ലഹും, ഒരു നരകത്തിലേക്ക് പോകും. സത്യവിശ്വാസികൾ എന്ന് പറയുന്നെങ്കിൽ കഴിക്കുന്നതും അള്ളാഹു പറഞ്ഞ പോലെയാണ്, ജീവിക്കുന്നതും അള്ളാഹു പറഞ്ഞ പോലെയാണ്. ഒരിക്കലും കന്നുകാലികളെ പോലെ ഇഷ്ടംപോലെ ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നു, അങ്ങനെ കഴിക്കണവരുണ്ട് കേട്ടോ. കഴിക്കണ ശരിക്ക് സത്യവിശ്വാസികളുടെ സ്വഭാവമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരു കാഫിർ 10 വയറ് കഴിക്കും, 10 വയറ് ഭക്ഷണം കഴിക്കും. ചില ആളുകളൊക്കെ തിന്നണ്ട നമ്മളതിനെ അന്തം വിട്ടു പോലും, എന്ത് തീറ്റയാണ് ചില ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാർക്ക് വയറിന്റെ അടിമ എന്നാ പറയാ. വയറിന്റെ അടിമയുണ്ട്, വയറിന്റെ പലതരം അടിമകളുണ്ട്. സ്വന്തം വയറിന്റെ അടിമകളുണ്ടാവും. അസുഖം വന്നാലും കുഴപ്പമില്ല, എന്ത് വന്നാലും കുഴപ്പമില്ല, തീറ്റ നിർത്താൻ പറ്റൂല. ചോറ് തിന്നരുത് എന്ന് പറഞ്ഞപ്പോ ചോറ് തിന്നും, നിങ്ങൾ എന്നെ ഒഴിവാക്കിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞതിൽ ഒരു ഭാര്യ. വിവാഹം ഡൈവോഴ്സ് ചെയ്താലും വേണ്ടില്ല, ചോറിനെ ഒഴിവാക്കാൻ പറ്റൂല എന്നാണ്. അപ്പൊ അത്രമാത്രം ഭക്ഷണത്തോട് അഡിക്ഷൻ ഉള്ളവരുണ്ട്. നമുക്കത് അത്ര ഫീൽ ചെയ്യില്ല നമ്മൾ നോമ്പെടുക്കണോണ്ട്. ചില ആൾക്കാർക്ക്, ഈ അടുത്ത് ഞാനൊരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു സിനിമാ നടിയുടെ ഇന്റർവ്യൂ, മുസ്ലിമായിട്ട് ജനിച്ച സിനിമാ നടിയാണ്, നോമ്പെടുക്കൂല. എന്താ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. എന്താ കാരണം? ഞാൻ ശീലിച്ചിട്ടില്ല, പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. ഈ ഭക്ഷണത്തിനോടുള്ള അഡിക്ഷൻ കാരണം മനുഷ്യന് നോമ്പെടുക്കാൻ കഴിയില്ല. നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കാത്ത ആൾക്കാരോട് ചോദിച്ചു നോക്ക്, വയറിന്റെ അടിമയാണ്. പണ്ഡിതന്മാർ തെറ്റുകളെ നാവിന്റെ തെറ്റ്, വയറിന്റെ തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തിരിച്ചിട്ടുണ്ട്. അതിൽ വയറിന്റെ തെറ്റിൽപ്പെട്ട ചില സംഗതികളാണ് ഇതൊക്കെ, ഇഷ്ടംപോലെ വാരി വലിക്ക് കഴിക്കാൻ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ഹവ സംസാരിക്കുന്നില്ല. ഇൻഹുവ ഇല്ലാ വഹയുൻ യൂഹ, അത് അള്ളാഹു പ്രത്യേകമായി ബോധനം നൽകപ്പെടുന്ന വഹിയാണ്, വഹിയായിട്ട് നൽകപ്പെടുന്നതാണ്. ഇൻഹുവ, അത് ഇല്ലാ വഹയുൻ യൂഹ, ബോധനം നൽകപ്പെടുന്ന അല്ലെങ്കിൽ വഹിയായി നൽകപ്പെടുന്ന സംഗതി അല്ലാതെ ഒന്നുമില്ല. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വഹിയാണ്. അല്ലാതെ ഇദ്ദേഹത്തിന് എന്താ അറിവാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാത്ത എന്ത് അറിവാണ് ഉള്ളത്? നബിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. നബി, ഞാൻ പറഞ്ഞില്ല, എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല. നബി കവിത ചൊല്ലാറില്ല. നബി ചരിത്രകാരനല്ല. നബി അറിയപ്പെട്ട പ്രഭാഷകൻ പോലും ആയിരുന്നില്ല. നബി ഒരു സാധാരണക്കാരനായിരുന്നു. പക്ഷെ ഖുറൈശികളുടെ കൂട്ടത്തിൽ നേരും നെറിയുള്ള ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ആഭിജാത്യനായ നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ ഒരു കവിയായിട്ടോ സാഹിത്യകാരനായിട്ടോ വേറെ ഒരു പ്രഭാഷകനായിട്ടോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ടിട്ടില്ല. മാ കുന്ത തദ്രി മൽ കിതാബ് വലൽ ഈമാൻ, താങ്കൾക്ക് അറിയില്ലായിരുന്നു എന്താണ് കിതാബ്, എന്താണ് ഈമാന്, അറിയില്ലായിരുന്നു. മാ കുന്ത തദ്രി മൽ കിതാബ് വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാ. പക്ഷേ നാം താങ്കൾക്ക് ഒരു നൂറിനെ തന്നു, ഒരു പ്രകാശം, അള്ളാഹുവിൽ നിന്നുള്ള ഇൽമ്. അതുകൊണ്ട് അള്ളാഹു അവനിഷ്ടമുള്ളവരെ വഴിയിലാക്കി, സന്മാർഗത്തിലാക്കി. വമാ കുന്ത തത്ലു മിൻ ഖബ്ലി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക്, താങ്കൾ ഇതിനു മുമ്പ് ഒരു കിതാബും വായിച്ചിട്ടില്ല, താങ്കൾ ഇതിനു മുമ്പ് ഒരു കിതാബും കൈകൊണ്ട് എഴുതിയിട്ടുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതൊന്നും അറിയില്ല. ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മൂസാ നബിക്ക് കിതാബ് കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലേക്കാണ് ഇട്ട് കൊടുത്തത്, പരമൊഴിയിൽ നിന്ന് വാമൊഴിയിലേക്ക്. സാധാരണ നേരെ തിരിച്ചാ വേണ്ടത്. തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ വരമൊഴികളായിട്ടാണ് കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലകത്തിൽ എഴുതി കൊടുക്കായിരുന്നു.
പക്ഷെ അവയൊന്നും നിലനിൽക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാമൊഴിയായിട്ട് പ്രത്യേകമായ ഈണത്തിൽ, പ്രത്യേകമായ മാധുര്യത്തിൽ വരികളൊക്കെ ഒപ്പിച്ച്, എന്നാൽ കവിതയല്ല, എന്നാൽ പ്രഭാഷണമല്ല, എന്നാൽ പ്രഭാഷണം പോലെയാണ്, എന്നാൽ കവിത പോലെ കാഫിയുണ്ട്, മനോഹരമായ ഗദ്യപ്രാസം, പ്രാസമുള്ള ഗദ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖുറാന്റെ സ്റ്റൈല് ഒഴുക്കാണ്, ആരോഹണമല്ല അവരോഹണമാണ്. അല്ല, ആരോഹണമല്ല അവരോഹണമാണ് ഖുറാന്റെ ക്രമം. മുകളിൽ നിന്ന് ഒരു വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് പോലെ തോന്നും ഖുറാൻ ഓതുമ്പോൾ. അങ്ങനെ ഓതി കേൾക്കാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഖിറാഅത്ത്, ഖാരി എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ നിലവിൽ വന്നല്ലോ. പരിശുദ്ധ ഖുറാന് ദിവ്യമായ ഒരു ഈണമുണ്ട്. ആ ഈണം മുമ്പാരും കേട്ട് പരിചയമുള്ളതല്ല, പക്ഷെ അത് മനസ്സുകളെ സ്പർശിക്കുന്നതാണ്. അതിന്റെ പ്രയോഗങ്ങൾ വളരെ മനോഹരങ്ങളാണ്. ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, അൽ ഹാക്ക എന്ന് പറയുമ്പോൾ അൽ ഹാക്ക അല്ല പ്രയോഗം, മോത്തും അതേപോലെ തന്നെ വന്നു ഭവിക്കുന്ന വിപത്ത് എന്നാണ് അതിന്റെ അർത്ഥം. അൽ ഹാക്ക, വന്നു ഭവിക്കുന്ന വിപത്ത്. അതേ പദം, അതേ പ്രയോഗം, അതേ സ്റ്റൈല്. കേട്ടാ മനസ്സിലാവും എന്താണെന്ന്. അത്രമാത്രം മനോഹരമായിക്കൊണ്ട് ഈ വാക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. എന്നിട്ട് അവർ പറയുന്നത് അദ്ദേഹം സ്വന്തം നിലക്ക് ഉണ്ടാക്കിയതാണ്. നല്ല അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹിയുൻ യൂഹ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയതാണ്, അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ തന്നെ സാഹിബ്, അദ്ദേഹം വഴിതെറ്റിയതല്ല, അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി അദ്ദേഹത്തിലൂടെ നിങ്ങളെ ചില സംഗതികൾ അറിയിക്കുകയാണ് എന്നാണ് ആദ്യ ആയത്തുകളിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.